വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഈ വരുന്ന സെപ്റ്റംബറിനാണ് ഐഫോൺ 14 സീരീസ് ലോഞ്ച് ആവാൻ പോകുന്നത്. അതായത് 4 മോഡൽസ്: ഐഫോൺ 14, 14 മാക്സ്, 14 പ്രോ, 14 പ്രോ മാക്സ്. ഇതിൽ ആദ്യം പറഞ്ഞ 2 മോഡലായിട്ടുള്ള ഐഫോൺ 14ഉം 14 മാക്സും എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടതിന് ശേഷം മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പം എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കറിയാം എല്ലാ വർഷവും ഐഫോൺ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ഉൾപ്പെടെയുള്ള ഫോണുകളായിരിക്കും അവർ ഇറക്കാറുള്ളത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളത് ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്സെറ്റ് ആയിരുന്നു ഐഫോൺ 13 സീരീസിൽ ഇറങ്ങിയിരുന്നത്. എങ്കിൽ ഈ ഒരു 14 സീരീസിൽ ആപ്പിളിൻ്റെ A16 എന്ന് പറയുന്ന ബയോണിക് ചിപ്സെറ്റ് വരിക എന്ന് പറയുന്നത് വെറും പ്രോ മോഡലുകളിൽ മാത്രമായിരിക്കും. അതായത് 14 പ്രോയിലും 14 പ്രോ മാക്സിലും മാത്രമായിരിക്കും. അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ 14ലും 14 മാക്സിലും വരാൻ പോകുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് നിലവിൽ 13 സീരീസിലുള്ള A15 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുള്ള രീതിയിലാണ് ഐഫോൺ 14നെ സമീപിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിരാശ തന്നെയായിരിക്കും ഫലം. കാരണം സിമിലറി ഡിസൈൻ വൈസും നമുക്ക് ഐഫോൺ 13 പോലെ തന്നെയാണ് അതുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഡിസ്പ്ലേയിൽ ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളേ ഉണ്ടാവും. അല്ലാതെ പ്രോസസ്സർ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം സെയിം പ്രൊസസ്സർ തന്നെയാണ്, ഈ ഒരു 13ൻ്റെ സെയിം പ്രൊസസ്സർ തന്നെയാണ് 14ലും 14 മാക്സിലും വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആപ്പിൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പിൻപറ്റിയിട്ടുണ്ടാകുക എന്ന് ചോദിച്ചാൽ നമുക്ക് 2 രീതിയിൽ അതിനെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ, ഇപ്പോൾ 100% സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്താൽ നമുക്കതിൽ 60% സ്മാർട്ട് ഫോണും ഐഫോൺ 13 അല്ലെങ്കിൽ വളരെ കുറച്ച് 13 മിനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു സെഗ്മെന്റിലാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. മറിച്ച് 40% മാത്രമാണ് 13 പ്രോ അല്ലെങ്കിൽ 13 പ്രോ മാക്സ് അവർ സെയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റി മറിക്കാൻ വേണ്ടി, അതായത് പ്രോ സീരീസിനെ കൂടുതൽ സെയിൽ ചെയ്യുക, അതിലൂടെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് ഈ ഒരു മെയിൻ റീസൺ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അറിയാം, നമ്മളൊരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള ഫോൺ തന്നെയാണ് ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും കുറച്ചും കൂടി പ്രൈസ് കൂട്ടിയെടുത്തിട്ട് നമുക്ക് 14 പ്രോ അല്ലെങ്കിൽ 14 പ്രോ മാക്സ് അല്ലേ നല്ലത് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് നമുക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് പർച്ചേസ് ചെയ്യും, അതിലൂടെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതാണ് അവരുടെ ഈ ഒരു സ്ട്രാറ്റജി. അതായത് നമ്മുടെ പ്രോ സീരീസ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുക എന്നുള്ളൊരു എയിമാണ് അവർക്കുള്ളത്. പിന്നീട് രണ്ടാമത് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ചിപ്സെറ്റിൻ്റെ ഷോർട്ടേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അത്ര ക്വാണ്ടിറ്റിയോളം ചിപ്സെറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുക. എനിവേ എനിക്ക് ഓവറോൾ ഇത്രേ പറയാനുള്ളൂ. കാരണം ഏതൊരു സ്മാർട്ട് ഫോൺ കമ്പനി ആണെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ കസ്റ്റമറോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹമോ ഇതൊക്കെ വെറും പൊയ്യാണ്, വെറുതെ ആളെ പറ്റിക്കാനുള്ള ഒരു കാര്യമാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രകൃതി സ്നേഹവും കാണത്തില്ല, അതുപോലെ തന്നെ കസ്റ്റമറോടും കാണത്തില്ല. ഇവർക്ക് ആകെ വേണ്ടത് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ്. അപ്പം നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ 13 സീരീസ് അല്ലെങ്കിൽ 13 സീരീസ് വാങ്ങുന്നില്ല, 14 കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈറ്റ്ലി ഇംപ്രൂവ് ആയിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ ഡിസ്പ്ലേ, ബാറ്ററി ഇത് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് 14 അല്ലെങ്കിൽ 14 മാക്സ് ചൂസ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 14 പ്രോ അല്ലെങ്കിൽ 14 പ്രോ മാക്സ് ചൂസ് ചെയ്യേണ്ടി തന്നെ വരും. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരത്തിൽ നിന്ന് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചും ഈ ഒരു ഐഫോൺ കാണിച്ചിരിക്കുന്ന ആ ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മൊബൈൽ അൺബോക്സിംഗ് ആൻഡ് ഗാഡ്ജറ്റ് അൺബോക്സിംഗ് ആണ്. ഏകദേശം 69ഓളം സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.